സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. അവിടെയാണ് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. റഹീസ് റഷീദും റോഷ്നി രാജനും ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. കലോത്സവമൊക്കെ തീർന്നല്ലോ, സങ്കടമായോ? എപ്പോഴാണ് സമാപനം? സങ്കടമുണ്ട് ഈ കലോത്സവം തീരുന്നതിൽ. ഈ കലാമാമാങ്കം 5ാമത്തെ ദിവസം മിനിറ്റുകൾക്കകം, നിമിഷങ്ങൾക്കകം സമാപനത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലേ റഷീദ്? പിന്നെ ഉറപ്പായിട്ടും നമ്മൾ 5 ദിവസം അടിച്ചു പൊളിച്ച് നിന്നതാണ് എന്ന് മാത്രമല്ല, പക്ഷെ ഒരു രസമുണ്ടായിരുന്നു. പ്രതീക്ഷ അട്ടിമറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടീം കപ്പടിക്കുക എന്ന് പറയുന്നതിൽ അതിലൊരു ത്രില്ലുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ പാലക്കാടോ കോഴിക്കോടോ കണ്ണൂരെന്നോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, പക്ഷേ അവസാന ദിവസം ഇടയിലൂടെ കയറി വന്നിട്ട് ഞങ്ങൾ അടിച്ച് ഗഡിയെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണക്കപ്പം കൊണ്ട് തൃശ്ശൂർ അങ്ങോട്ട് പോവാം. ശരിക്കും സുജയ് ഇവിടെ നിറഞ്ഞു നിന്ന് വലിയ ആവേശമുണ്ടാക്കിയാണ് തിരിച്ചു പോയത്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ ശരിക്കും അറിയുമായിരിക്കും. ഈ അട്ടിമറി എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ തൃശ്ശൂർ മുന്നിട്ട് നിൽക്കുന്നു. തൃശ്ശൂർ കിരീടം മുത്തമിട്ടു എന്ന് പറയാൻ നമുക്ക് കഴിയും. 1008 പോയിന്റുകളുമായി തൃശ്ശൂർ സ്വർണ്ണ കിരീടത്തിൽ മുത്തമിടുന്നു. പാലക്കാട് 2ാം സ്ഥാനത്ത് 1007 പോയിന്റുമായി. ആലോചിച്ച് നോക്കൂ, ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാടും തൃശ്ശൂരും തമ്മിൽ പരസ്പരം മത്സരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന അവസാന നിമിഷത്തിലെ സ്വർണ്ണ കിരീടത്തിൽ മുത്തമിടുന്നത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് കണ്ണൂര് 1003 പോയിന്റുമായി കണ്ണൂരാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ജേതാക്കളായിട്ടുള്ള തൃശ്ശൂർ ടീം നിലവിൽ ഈ 1ാം വേദിയിലേക്ക് MT നിളയിലേക്ക് എത്തിയിട്ടില്ല. അവർ മറ്റൊരു സ്ഥലത്താണുള്ളത്. ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവരുള്ളിടത്തേക്ക് പോകാമെന്ന് ഓർത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൺ ദ വേ ആണെന്ന്. അവരെ നമ്മൾ MT നിളയുടെ കവാടത്ത് കാത്ത് നിൽക്കുകയാണ്. അതെ, അവരൊരു യാത്രയിലാണ്, ഓൺ ദ വേയിലാണ് അവർ. അവർ ഈ 5 ദിവസം വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര നടത്തി ചടുലമായ ഈ താളബോധത്തോടു കൂടിയുള്ള കലാപ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ച കലാപ്രതിഭകൾ കിരീടം നെഞ്ചിലേറ്റിയിരിക്കുന്നു, കയ്യിലേറ്റിയിരിക്കുന്നു. അവർക്ക് ഇനി തൃശ്ശൂരിലേക്ക് ആ സ്വർണ്ണ കിരീടവുമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ചേർന്നത്. അവിടെ